ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടി അധികാരത്തിൽ വരുമെന്നാണ് അമിത്ഷാ പറയുന്നത്. അത്രയും സീറ്റുകൾ എവിടെ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില വസ്തുതകളുണ്ട്. 2019 28-ൽ 25 സീറ്റുകളും BJP നേടിയ കർണാടകത്തിൽ കോൺഗ്രസ് സുശക്തമാണ്. 12 മുതൽ 15 സീറ്റുകൾ വരെ ഇക്കുറി BJPക്ക് നഷ്ടമാകാനാണ് സാധ്യത. 2019-ൽ 7 സീറ്റ് നേടിയ ഡൽഹിയിൽ ഇത്തവണ കാര്യങ്ങൾ അത്രയ്ക്ക് എളുപ്പമാകില്ലല്ലോ. കോൺഗ്രസും മാപ്പും ഒരുമിച്ചല്ലേ അവിടെ മത്സരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും 23 സീറ്റുകൾ നേടുമ്പോൾ ശിവസേന BJPക്കൊപ്പമായിരുന്നു. ഇന്ന് ശിവസേനയും NCPയും എല്ലാം ഇരു ചേരുകളിലായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 40-ൽ 17 നേടിയ ബീഹാറിൽ നിതീഷ് കുമാറിനോടുള്ള ജനരോഷവും തേജസ്വി യാദവിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും BJPക്ക് വെല്ലുവിളിയാവില്ലേ? മധ്യപ്രദേശിലെ പാർട്ടിക്കകത്തെ എതിർസ്വരങ്ങൾ മാത്രമല്ല, കർഷകരോഷവും സമരവുമെല്ലാം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കാതിരിക്കും? രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ വൻ പ്രചാരണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒഡീഷയിലെ അവരുടെ ഉറ്റ ചങ്ങാതി നവീൻ പട്നായിക് പിണക്കത്തിലാണ്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ വീണ്ടും ചോദ്യം ഇതാണ്: നിലവിൽ 303 സീറ്റുകൾ തന്നെ BJP എങ്ങനെ നിലനിർത്തും? 370-ലേക്ക് എത്താൻ 67 സീറ്റുകൾ കൂടി അധികമായി വേണമല്ലോ. അത് എവിടെ നിന്ന് ലഭിക്കും?